ചികിത്സാ രീതികളും രോഗനിർണയ രീതികളും ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാൻസർ എന്ന രോഗം ഇന്നും ഒരു ഭയപ്പാടോട് കൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്യാൻസറിൻ്റെ ചികിത്സ തന്നെ ഒരു ട്രാജഡി ആവുന്നു എന്നതാണ്. നമുക്കിപ്പോൾ മറ്റേതെങ്കിലും ഒരു രോഗമാണെങ്കിൽ അതിന് ചെയ്യുന്ന ചികിത്സകളിൽ ചെറിയൊരു ശതമാനം സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലും അവയൊന്നും അത്ര ഗുരുതരമായിരിക്കില്ല. ഒരു ചികിത്സയുടെ ഫലമായി മറ്റൊരു രോഗം വരുന്നുണ്ടെങ്കിൽ അതിനെ അശുദ്ധ ചികിത്സ എന്നാണ് ആയുർവേദം വിളിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണ് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെന്ന് ഈ വീഡിയോ വഴി ഒന്ന് നോക്കാം. ഇതിൽ ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ചികിത്സയിൽ ഇരിക്കുന്നവരും ഏത് തരം ചികിത്സയാണെങ്കിലും കീമോതെറാപ്പിയോ റേഡിയേഷനോ പ്രകൃതി ചികിത്സയോ ആയുർവേദമോ ഹോമിയോ ഏത് രീതിയിലുള്ള ചികിത്സ തന്നെ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഇത്തരം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി, ക്യാൻസർ കൺസൾട്ടൻറ്റ്, ചങ്ങമ്പള്ളി റെമേഡിയം. എന്താണ് ക്യാൻസർ എന്ന് നമുക്ക് നോക്കാം. ക്യാൻസർ എന്ന് പറയുമ്പോൾ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ഇമ്മച്വർ സെൽസ് എൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. നമ്മുടെ ശരീരത്തിൽ ചില സെല്ലുകൾ അത് അബ്നോർമലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാൻ കഴിവുള്ളതല്ലാത്ത ചില സെല്ലുകൾ അങ്ങനെയാണ് ഈ അബ്നോർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ. അവ അനിയന്ത്രിതമായിട്ട് പെരുകുന്നതാണ് തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, എന്നിട്ടും ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വരുന്ന ക്യാൻസറിനെ കാണുന്നില്ലേ? എന്തുകൊണ്ട് അതിനെ ചെറുക്കുന്നില്ല? അതിനുള്ള ഉത്തരം ഒരുപാടുണ്ട് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭാഷയിൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെല്ല് കുറേ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സെല്ലിന് തെറ്റുപറ്റി മ്യൂട്ടേഷൻ വന്ന് വേറൊരു ടൈപ്പ് ഓഫ് സെല്ല് വരുന്നു. ആ വന്ന സെല്ലിനെ ശരീരം സാധാരണ നിലക്ക് ഇങ്ങനൊരു സെല്ല് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളയേണ്ടതാണ്. പക്ഷെ അതിന് പകരം അതിനെ ഒഴിവാക്കാൻ കഴിയാതെ ഈ കേടുവന്ന സെല്ലുകൾ തന്നെ അതിൻ്റെ രൂപത്തിൽ പിന്നെയും സെല്ലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു ഭാഗത്തിരിക്കും. അതിനോടൊപ്പം ഇത് ബ്ലഡ് സ്ട്രീമിലൂടെയോ അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുമ്പോൾ രക്തത്തിലൂടെയോ അതല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും, ലസിക വ്യൂഹം എന്ന് പറയും, നമ്മളെ ശരീരത്തിലുള്ള വേറൊരു സിസ്റ്റമാണ്. ഇമ്മ്യൂണിറ്റി സെൽസൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സിസ്റ്റം വഴിയോ വേറെ ഓർഗൻസിലേക്ക് എത്തുകയും അവിടെയും ഇത് പോയി അവിടെ ചെന്ന് അടിഞ്ഞ് വീണ്ടും വളരുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ കൊണ്ടാണ് ക്യാൻസർ ഇങ്ങനെ പടർന്നു വരുന്നത്. നമ്മളെപ്പോഴും ഒരു ക്യാൻസർ കണ്ടെത്തി കഴിയുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഏർലി സ്റ്റേജ് ആണെങ്കിൽ സർജറിയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ബ്ലഡ് ക്യാൻസറിലൊഴികെ ബ്ലഡ് ക്യാൻസർ വേറൊരു വിഭാഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കണ്ടെത്തുക എന്നുള്ള. എന്താണ് ഒരു ഡോക്ടറുടെ പ്രാഗൽഭ്യം എന്ന് ചോദിച്ചാൽ അവനവൻ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമല്ലാതെ അതിനോട് ചുറ്റുഭാഗമുള്ള എല്ലാ ശാസ്ത്രത്തിലും ഓരോ മെഡിക്കൽ ശാഖകളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് എങ്ങനെ കൊണ്ടുപോകാമെന്ന് ഉള്ള ഒരു ധാരണ, അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് കുറച്ചധികം സമയം ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്, ഇതെല്ലാം ചേർന്നാൽ മാത്രമേ എത്ര വിവരമുള്ള ഡോക്ടറായാലും ഒരു പ്രഗത്ഭനായ ഡോക്ടറെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറെ കണ്ടെത്തി ഡോക്ടറെ അടുത്ത് എത്തുക എന്നാണ്. അപ്പോൾ ഓരോ സിസ്റ്റത്തിലും അവനവൻ പഠിച്ച് വന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവാം ട്രീറ്റ്മെൻറ്റിന്. ഇത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ടും ഇന്നും 1970-കളിൽ ഉണ്ടായിരുന്ന ക്യാൻസർ ഡെത്തിനേക്കാളും വളരെയധികം ഒന്നും മാറ്റം 2023 കണക്കനുസരിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് കണക്കുകൾ. ഓരോ സെറ്റും അനലൈസ് ചെയ്തിട്ട് ഓരോന്നും അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും ഡാറ്റാസ് എടുത്താൽ പോരാ, കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു ചേഞ്ചസ് വന്നിട്ടില്ല, ചെറിയൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അതും ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ കണ്ടെത്തിയാലും പിന്നെ അതുപോലെ തന്നെ ഏജ് കുറഞ്ഞവരിലുമാണ് ആ ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും കൂടെ എന്തൊക്കെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വെറും ഒരു ആയുർവേദ ചികിത്സ എന്ന രീതിയിലല്ല പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമുക്ക് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരത്തിന് ക്ഷീണവും തളർച്ചയും പിന്നെ അതിൻ്റെ വൂണ്ട് ഉണങ്ങാനുള്ള സമയവും എല്ലാം നമ്മൾ എടുക്കേണ്ടി വരും. ക്ഷീണം മാറാനുള്ള സമയം ഇതൊക്കെ എടുക്കേണ്ടി വരും. അതിനൊപ്പം ബോഡിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാം. ക്ലോട്ടുകൾ ഇപ്പം ഏതൊരു സർജറിയിലും ക്ലോട്ടുകൾ എവിടെയെങ്കിലും ചെന്നടിയാനുള്ള സാധ്യതകൾ, ഒരു സർജറി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റിക്കവറി ആയി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിലും ജീവിതചര്യയിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആദ്യത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് നല്ല ട്രാങ്ക്യുലായിട്ടുള്ളൊരു മൈൻഡാണ്, ശാന്തമായ ഒരു മനസ്സ്. ഈ ശാന്തമായ ഒരു മനസ്സ് വരണമെങ്കിൽ നമുക്ക് ഭയം ഇല്ലാതിരിക്കണം. എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റേജ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പേടി ഉണ്ടാവരുത്. അതിനായിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് നല്ല റിയൽ സോഴ്സിൽ നിന്ന് അവനവൻ്റെ അസുഖം എന്താണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും മനസ്സിലാക്കണം. എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാവും. പലപ്പോഴും നമ്മൾ കിട്ടുന്ന ഈ അറിവുകൾ അതിൻ്റെ റിയൽ സോഴ്സിൽ നിന്നായിരിക്കില്ല. ഇത് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് ഇപ്പോൾ ഇൻഫർമേഷൻസ് കിട്ടാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് നെറ്റിൽ നോക്കി പലതും കണ്ടുപിടിച്ച് പലതും വായിച്ച് പലര് പറയുന്നതും കേട്ട് ആകെ കൂടി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിച്ചാണ് വരുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. ഏതായാലും ഒരു ഡോക്ടറെ കണ്ടെത്തി നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിലാവുമ്പോൾ, ഒരു ആയുർവേദ ഡോക്ടറെ അടുത്തേക്ക് വരുന്നതാവുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇത് അടുത്തുള്ളവർ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പിന്നെ വേറെ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെറ്റായ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഓക്കെ, അതിനൊരു റീസൺ ഉണ്ടാവും. പക്ഷേ ഇത്തരം ആളുകൾ പറയുന്നതിൽ യാതൊരു കാമ്പും ഉണ്ടാവില്ല. അവർ ശരീരശാസ്ത്രമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും പഠിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. ഇപ്പോൾ ഒരു ആയുർവേദത്തെക്കുറിച്ച് അറിയാത്ത മോഡേൺ ഡോക്ടേഴ്സ് ഉണ്ടാവാം, എന്നാലും അവർ പറയുമ്പോൾ അവർ പഠിച്ചതിൻ്റെ ബേസിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യമായിരിക്കും പറയുന്നത്. അത് ആ ചികിത്സയെക്കുറിച്ചാണ്. പക്ഷെ ആയുർവേദത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആയുർവേദത്തിൽ അവഗാഹമുള്ള ഒരാളാണ് പറയേണ്ടത്. അപ്പോൾ ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ആളുകളെയും വായനകളെയും ഒഴിവാക്കുക എന്നതാണ് എല്ലാ ക്യാൻസർ പേഷ്യൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മോഡേൺ ഡോക്ടർ പറയുമ്പോൾ മോഡേൺ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അറിയാം, അതിൻ്റെ ലിമിറ്റേഷൻസ് അറിയാം, സൈഡ് എഫക്ട്സ് അറിയാം, ഗുണങ്ങളറിയാം. പക്ഷേ ഇതല്ലാതെ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ, വേറൊരാളുടെ അനുഭവം, ഇതൊക്കെ പറയുമ്പോൾ അവർ ആയുർവേദവും അറിയില്ല, മോഡേണും അറിയില്ല. ഈ മോഡേൺ ഡോക്ടേഴ്സ് ആയുർവേദം ചെയ്യാണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചാൽ അതിൻ്റെ ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കതിൽ നിന്ന് നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെയല്ല സാധാരണ ആളുകൾ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചില കേസുകളിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഓങ്കോളജിസ്റ്റിന് അറിയാം ഇത് മാറില്ല, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലോ ഈ രോഗം തിരിച്ചു വരും. ഇത് അവർക്കറിയായിരിക്കാം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെന്ന് പറയുന്നത്, നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നവരാണെന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം പോലും അറിയില്ല. അവർ അന്ധമായിട്ട് പറയുകയാണ്, നിങ്ങൾ കീമോതെറാപ്പി ചെയ്തോളൂ, നിങ്ങൾ റേഡിയേഷൻ ചെയ്തോളൂ, നിങ്ങൾ ആയുർവേദം ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദം ചെയ്യേണ്ട, അതല്ലെങ്കിൽ നിങ്ങൾ കീമോതെറാപ്പി ചെയ്യേണ്ട, അതല്ലെങ്കിൽ നിങ്ങൾ റേഡിയേഷൻ ചെയ്യേണ്ട, നിങ്ങൾ സർജറിക്ക് പോകണ്ട. ഇതെല്ലാം അവർ തിരിച്ചും മറിച്ചും പറയും, യാതൊരു ബേസും ഇല്ലാതെ. അപ്പം ആദ്യം തന്നെ ഇത്തരം ആളുകളെ കട്ട് ഓഫ് ചെയ്യുക, അതാണ് ഒരു സ്റ്റെപ്പ്. അപ്പം തന്നെ നിങ്ങളുടെ പേടി നല്ലൊരു ശതമാനം കുറയും. പിന്നെ
നമുക്കൊരു മെൻ്റൽ ആയിട്ടുള്ള ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യോഗ പോലുള്ള ഏതെങ്കിലും ഒരു ചര്യ ശീലിക്കുക. അത് ആക്ച്വലി രോഗം മാറാനല്ല, പക്ഷേ രോഗം മാറാനുള്ള പ്രോസസ്സിന് അതൊരു ഹെൽപ്പായിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് രോഗം മാറിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്നലെ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യാജ ചികിത്സയ്ക്കാണ് പോയത്. പക്ഷേ അവർ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് വളരെ ആശ്വാസമായിരുന്നു കിട്ടിയിരുന്നത്. ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവരെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. കാരണം 2 ആഴ്ച കൊണ്ട് തന്നെ ഇവരുടെ ബ്രസ്റ്റിലുള്ള മാസ് 4 സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്തരം മന്ത്രങ്ങളും ചിന്തകളൊക്കെ നമുക്ക് ആശ്വാസം മാത്രമാണ് തരുന്നത്, രോഗം മാറിയിട്ടില്ല അവിടെ. പക്ഷേ ഇതിനോട് കൂടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കേസിലാണെങ്കിൽ പോലും ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ആ മരുന്നും ഈ മനസ്സിൻ്റെ ശാന്തതയും കൂടി ആകുമ്പോൾ ഇത് മാറ്റാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അത്തരത്തിലുള്ള വ്യാജ ചിന്തകളിൽ മുഴുകാതെ യോഗയോ മെഡിറ്റേഷനോ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിനെ ശാന്താക്കി വെക്കുക. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക. നമ്മളിപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ പറയും ദാനധർമ്മങ്ങൾ രോഗം വന്നാൽ രോഗത്തിന് മോക്ഷത്തിന് രോഗശാന്തിക്ക് സഹായിക്കുന്നത്. അതിൽ ഉണ്ടാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആളെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സന്തോഷവും അതുവഴി കിട്ടുന്ന എനർജിയും ഒക്കെയാണ്. ഇതുപോലെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് മുഴുകുക. പിന്നെ ജീവിതചര്യയാണ്. ജീവിതചര്യ എന്ന് പറയുമ്പോൾ അതിൽ രാവിലെ നേരത്തെ ഉണരുന്നതും സൂര്യൻ സൂര്യനൊപ്പം ഉണരുകയും അതിനനുസരിച്ച് നമ്മൾ രാവിലത്തെ ചര്യകളെല്ലാം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് കൂടെ തന്നെ എണ്ണത്തേപ്പ് ശീലമുള്ളവരും എണ്ണയിടാൻ കഴിയുന്നവരാണെങ്കിൽ എണ്ണത്തേപ്പും കുളിയും വളരെ ഉപകാരപ്രദമാണ്. അത് കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ ഓരോ ഭക്ഷണങ്ങളും കഴിക്കുക. ഭക്ഷണത്തിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള വിശപ്പുള്ള ഒരാളാണെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. പിന്നെ മലമൂത്ര വിസർജനങ്ങൾ കറക്റ്റായിട്ട് ടൈമിൽ ചെയ്യുക, പിടിച്ച് വെക്കാതിരിക്കുക. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരോ അവയവങ്ങൾക്കും സ്ട്രെസ്സ് ഉണ്ടാക്കുകയും അതുവഴി ബോഡിയുടെ സ്ട്രെസ്സ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃത്യമായിട്ടുള്ള മലമൂത്ര വിസർജനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. യൂറിൻ്റെ അളവ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട പല കേസുകളും ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മൈൽഡായിട്ടുള്ളൊരു എക്സസൈസ്, ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസുകളിൽ ഏറ്റവും നല്ലത് എളുപ്പത്തിൽ ചെയ്യാവുന്നത് നടത്തം തന്നെയാണ്. അത് നേരിയൊരു ചൂടും വെയിലും ഉള്ള സമയത്ത്, അധികം രാവിലെ അല്ല, ഒരു 8 മണിയോടൊക്കെ കൂടിയിട്ടോ അല്ലെങ്കിൽ 7 മുതൽ 8 മണിയായിരിക്കും നല്ലത്. അതിനിടയിൽ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് കുറച്ച് സമയം നടക്കുക, ഇത്തരം എക്സസൈസുകൾ ചെയ്യുക. പിന്നെ ഫുഡിൽ മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുന്നതാണ് നല്ലത്, പക്ഷെ തീരെ ഇല്ലാതിരിക്കുന്നതല്ല. അപ്പോൾ ഒരു നേരം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും കഴിക്കുക. ഞാൻ സാധാരണയായിട്ട് കൊടുക്കാറുള്ളൊരു നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഈ രാവിലെ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, പത്തിരി മുതലായ സാധനങ്ങൾ, അരി അരച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ദഹിക്കാൻ പ്രയാസമാണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര പ്രോട്ടീനൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് കൂടുതലുള്ളതാണ്. പൊളിപ്പിച്ച സാധനങ്ങളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരം ഭക്ഷണം ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുക. ബാക്കി ദിവസങ്ങളിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങൾ, അത്തരം സാധനങ്ങൾ, അതുമല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാം. 1-2 എഗ്ഗ് ബുൾസൈ ആയിട്ട് കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ പേഷ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഇല്ലാതിരിക്കാനും ബ്ലോട്ടിങ് ഇല്ലാതിരിക്കാനുമായിട്ട് ജീരകവും കുരുമുളകും ചേർത്തിട്ട് കഴിക്കുക. ഇതൊരു ജനറലായിട്ടുള്ള നിർദ്ദേശമാണ്. എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും ജനറലി നമ്മുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്പെസിഫിക് ഡിസീസിൽ സ്പെസിഫിക് ലൈഫ് സ്റ്റൈലും ഫുഡും ആവശ്യമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചഭക്ഷണം എന്ന് പറയുമ്പോൾ മോര് ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. മോരെന്ന് പറയുമ്പോൾ അധികം പുളിയില്ലാത്ത വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മോരാണെങ്കിൽ കൂടുതൽ നന്ന്. അതിൽ നമ്മളെ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സിലൊക്കെ മോരിൽ കറിവേപ്പിലയും
മഞ്ഞളും അരച്ച് ചേർത്തിട്ട് ചേനയും കുമ്പളങ്ങയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറി പല നാടുകളിലും ഉണ്ട്. ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അത്തരം ഒരു കറിയും ഒരല്പം ചോറും കുറച്ചധികം വെജിറ്റബിൾസും. ഈ വെജിറ്റബിൾസിൽ ഉൾപ്പെടുത്തേണ്ടത് വെണ്ടക്ക, കൈപ്പയ്ക്ക, അതുപോലെയുള്ള സാധനങ്ങളാണ്. മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങുകളല്ലാത്ത സാധനങ്ങൾ ചേർത്തിട്ട് കൂടുതൽ ഈ വെജിറ്റബിൾസും കുറച്ച് ചോറുമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം. കേരളത്തിലെ കാലാവസ്ഥയിലും കേരളത്തിലുള്ള ആളുകൾക്കും ഇത് നല്ലതാണ്. ഞാനിവിടെ ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ ഡയറ്റ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഇൻഡസ്റ്റൈനൽ കുടലിലെയും വയറിലെയും ക്യാൻസേഴ്സിനാണ്. മറ്റ് ക്യാൻസേഴ്സിൽ ഇത് ദോഷമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. പിന്നീടുള്ളത് രാത്രിയിലെ ഭക്ഷണമാണ്. രാത്രിയിലെ ഭക്ഷണം ഏറ്റവും നല്ലത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോടു കൂടി കഴിക്കുക, കൂടുതൽ ലേറ്റായിട്ട് കഴിക്കാതിരിക്കുക. ചില പഠനങ്ങൾ പറയുന്നുണ്ട് സലവയുടെ നേച്ചർ 9 മണിക്ക് ശേഷം കൂടുതൽ അസിഡിക് ആവുന്നുണ്ട് എന്ന്. അത് ഞാൻ അത്രയ്ക്ക് ഞാൻ വായിച്ചൊരു പഠനമല്ല, ഞാൻ കേട്ട് കേൾവിയുള്ളതാണ്. എന്നാലും അതിനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. പക്ഷെ ഞാൻ പേഷ്യൻസിൽ ഫുഡിൽ മാറ്റം വരുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എൻ്റെ അനുഭവത്തിലും ഇത് സത്യമാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം 7 മണിക്ക് മുമ്പ് കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ്. അപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഇതിൽ ഏതെങ്കിലും ഒന്നാക്കുന്നതാണ് നല്ലത്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ലതാണ്. ശക്തിയുള്ളവരാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ഈവനിങ് ഫുഡായിട്ട് ഒരു 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ കുറച്ച് വിശപ്പ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ പേരയ്ക്ക, ആപ്പിള്, മാങ്ങ, ചക്ക മുതലായ സാധനങ്ങൾ ഉൾപ്പെടുത്താം. പിന്നെ കുറച്ച് നട്ട്സും കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. സിട്രസ് ഫ്രൂട്ട്സ് അധികം കഴിക്കാതിരിക്കുക, കുറച്ച് അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്രൂട്ട്സിന് കൂടെ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാത്തതാണ് നല്ലത്. സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പുളിയുള്ള സാധനങ്ങൾ, മുന്തിരി, നാരങ്ങ, അത്തരം സാധനങ്ങൾ, പിന്നെ അതുപോലെ പ്ലംസ്, ഇതൊക്കെ ഒഴിവാക്കുക. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്നിട്ടും വിശപ്പുള്ള ആളുകളാണെങ്കിൽ രാഗി കുറുക്കിയത്, അതുപോലെയുള്ള ഏതെങ്കിലും മില്ലറ്റ്സ് കുറുക്കിയിട്ട് നേരിയ വെള്ളം പോലെ കഴിക്കാവുന്നതാണ്. പിന്നീട് രാത്രിയുള്ള സമയത്ത് വെള്ളം മാത്രം കുടിക്കേണ്ടതേ ഉള്ളൂ. ആ കുടിക്കുന്ന വെള്ളം ചുക്ക്, മല്ലി, ജീരകം ഈ 3 സാധനങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകും. ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാനും ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാനും സഹായിക്കും. പക്ഷേ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ്. ഇതിനെ കൂടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം നടക്കുന്നത്, അകത്ത് തന്നെ ആയാലും മതി, നടക്കുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പച്ചമരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ട്. അതിൽ എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ പച്ചമരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ അറിവില്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഡോക്ടർ നിർദ്ദേശപ്രകാരം പഠിപ്പും കഴിവും ഈ ഫീൽഡിൽ വളരെ കാലത്തെ പരിചയമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പച്ചമരുന്ന് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉണ്ടാവും. അത് അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആ കഴിക്കുന്ന മരുന്നുകൾ ഏർലി മോർണിംഗ് കഴിക്കുന്നത് വളരെ ഗുണകരമായിട്ട് ഇത്രയും കാലത്തെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മരുന്നുകൾ 5 മണിക്ക് കൊടുക്കാൻ എപ്പോഴും എൻ്റെ ലിസ്റ്റിൽ ഒരു മരുന്ന് ഉണ്ടാവാറുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ മരുന്ന് കൊടുക്കുന്നത്. അപ്പം ഇനി ഇതല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ചിലർ തുളസി പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. തുളസിയൊക്കെ കഴിക്കുകയാണെങ്കിൽ 5 ഇലകളിലധികം കഴിക്കാൻ പാടില്ല. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഡോക്ടർ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് പറയുമ്പോൾ കൂടുതൽ കഴിക്കാം. ഇങ്ങനെ ഈ രീതിയിലാണ് ഭക്ഷണത്തിൻ്റെ ഒരു ക്രമം പോകേണ്ടത്. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ നമ്മളിപ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് ആളുകൾ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർ രോഗത്തിൻ്റെ പേരിൽ മാത്രം വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിൽ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ, മീൻസ് ഈ ജങ്ക് ഫുഡ് പോലുള്ളത് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞ് 1 അവറിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള
ലാക്സേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക. അതിലിപ്പോൾ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവിപത്തി ചോറിനാണ് ഏറ്റവും നല്ല മരുന്ന്. അത് 1 ടീസ്പൂൺ എടുത്തിട്ട് കഴിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ശോധന ഇട്ട് പിന്നെ ഈ കഴിച്ച മരുന്നിൻ്റെ ഒരു മീൻസ് ജങ്ക് ഫുഡിൻ്റെയൊക്കെ എഫക്ട്സ് കുറയ്ക്കുകയും ചെയ്യും.